ഹായ്, സീസണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പുതിയ എപ്പിസോഡ് 6ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കെൻസസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് യുഎസിന്റെ സെൻട്രലിലുള്ള കെൻസസ് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് അറ്റത്തുള്ള ലോസ് വേഗാസിലേക്ക് ഉള്ള യാത്രയിലാണ്. ലോസ് വേഗാസിൽ ഞങ്ങൾ താമസിക്കുന്ന 3 ദിവസത്തെ ഞങ്ങൾ താമസിക്കാനുള്ള പ്ലാനായിട്ടാണ് ഞങ്ങൾ ലോസ് വേഗാസിൽ എത്തിയേക്കുന്നത്. അപ്പോൾ ലോസ് വേഗാസിൽ ഞങ്ങൾ സ്ട്രാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ, അത് സ്ട്രാറ്റോസ്ഫിയർ എന്നായിരുന്നു അതിന്റെ ഫുൾ നെയിം. അത് സ്ട്രാറ്റിനാണ് അറിയപ്പെടുക. അവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അതിന്റെ അടിയിലൊക്കെ ആണെങ്കിൽ അടിയിലത്തെ ഫസ്റ്റ് ഫ്ലോർ ഒക്കെ മുഴുവൻ കാസിനോസ് ആണ്, ഗാംബ്ലിങ്ങും എല്ലാം നടക്കുന്ന ഒരു ഹോട്ടലാണ്. അതിന്റെ ഉള്ളിൽ തന്നെ കുറെ എന്റർടൈൻമെന്റ് ഉണ്ട് ഹോട്ടലിൽ. ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷന്റെ നിലയിലേക്ക് പോയിച്ചാൽ മൊത്തം ലോസ് വേഗാസിന്റെ നൈറ്റ് വ്യൂ എല്ലാം അടിപൊളിയായിട്ട് കാണാം. അവിടുന്ന് തന്നെ സ്കൈ ജമ്പ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കുറെ പേയ്മെന്റ് ഉണ്ട്. ഇലുമിനേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവരുടെ ആർട്ടിസ്റ്റുകളുടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ടിക്കറ്റുകൾ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഹോട്ടൽ എടുത്തോണ്ട് അത് ഫ്രീ ഒന്നല്ല. പ്രത്യേകിച്ച് രാവിലെ മുതലേ അവിടെ കളി, ഗാംബ്ലിങ്ങും കാസിനോസിലൊക്കെ ആൾക്കാരെന്ന് അറിയും. മെയിൻ ആയിട്ട് ലാസ് വേഗസ് ഒരു സ്ട്രിപ്പാണ്. ആ സ്ട്രിപ്പിലാണ് ഇതിൽ മുഴുവൻ ഹോട്ടലുകൾ, പല ഹോട്ടലുകളായിട്ട് നിറഞ്ഞ ആ ഒരു സ്ട്രിപ്പാണ് ശരിക്കും ലാസ് വേഗാസിന്റെ മെയിൻ എന്റർടൈൻമെന്റ് ഏരിയ. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോണ സ്ഥലങ്ങളും, പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡിസ്നി ആനിമേഷന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് പോണതും അതോടുകൂടിയാണ് ഈ വീഡിയോ എൻഡ് ചെയ്യണേ. ഞാൻ പോണ വഴിക്ക് നമ്മൾ പാരീസിലെ ഈഫിൽ ടവറിന്റെ അതേ മാതൃകയിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഹോട്ടലുകളും, പിന്നെ വെനീഷ്യൻ ഹോട്ടലിന്റെ സെപ്പറേറ്റ് ഒരു എപ്പിസോഡായിട്ട് തന്നെ വരും. അത്ര ഉണ്ട് കുറെ. പിന്നെ ഈജിപ്തിലെ പിരമിഡ്, ആ രീതിയിലുള്ള അവരുടെ ഹോട്ടൽ, അങ്ങനെ കുറെ ഹോട്ടലുകളാണ് ആ ഒരു സ്ട്രിപ്പിലുള്ള. ആ സ്ട്രിപ്പാണ് ശരിക്കും ലോസ് വേഗാസ് എന്ന് പറഞ്ഞ ലാസ് വേഗാസിന്റെ ആ ഒരു ഏരിയനെ മാത്രമാണ് ശരിക്കും എല്ലാവരും അറിയണ ലോസ് വേഗാസ് ഇത്ര ഫേമസ് ഉള്ള സ്ഥലം ഒറ്റ സ്ട്രിപ്പാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ലാസ് വേഗാസിന്റെ ഞങ്ങൾ താമസിച്ചിട്ടുള്ള ഹോട്ടല് എങ്ങനെയുണ്ടായിരുന്നു, പിന്നെ അതുപോലെ അവിടെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒന്ന് കറങ്ങാൻ ബസ്സിലുള്ള ജേണി ഉണ്ട്. മുമ്പത്തെ വീഡിയോ കാണാത്തവരെല്ലാം കാണണം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടുവരും. അങ്ങനെ നമ്മൾ ലോസ് വേഗാസിലെ സ്ട്രാറ്റ് ഹോട്ടലിലെത്തി. നമ്മളിന്ന് ഇവിടെയാണ് നിൽക്കണേ. ഞങ്ങൾ 3 ദിവസത്തേക്കാണ് ഇവിടേക്ക് വന്നേക്കണേ, വെഗാസിലേക്ക്. 3 ദിവസം ഇവിടെ മൊത്തം കറങ്ങണം. ഈ വെഗാസിലെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണ് വെഗാസ് രാത്രിയൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ വല്ല ആകാംക്ഷയിലാണ്. കാസിനോസുള്ള ഹോട്ടലാണ്. നിറയെ അടിയിൽ നല്ല ഗാംബ്ലിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റിൽ ഹോട്ടലിൻ്റെ പിന്നിലേക്കാണ്. ഇപ്പോൾ അത് ബാക്ക് സൈഡാണ്. നേരെ ചെക്ക് ഇൻ ചെയ്യണം. റൂം നമ്പർ എത്രയാണെന്നൊക്കെ അറിയണം. അപ്പോൾ അതിനുള്ള പരിപാടിയായിട്ട് നടക്കുകയാണ്. നിറയെ കാസിനോസ് ആയിരുന്നു കേട്ടോ അടിയിലത്തെ നിലയിൽ. ഞങ്ങൾ ചെക്കിങ് ചെയ്യണ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. അത് എവിടെയാണെന്ന് കണ്ടെത്തണം. അങ്ങനെ കുറേ നടന്നപ്പോൾ ഫൈനലി ചെക്കിങ് ചെയ്യാനുള്ള സ്ഥലം മനസ്സിലായി. നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ റൂമിലേക്ക് പോകാനുള്ള വഴിയാണ്. വഴിയിലൊക്കെ ഇതേപോലെ കാസിനോസ് ആൾക്കാർ ഇഷ്ടം പോലെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലേക്കുള്ള ലിഫ്റ്റ് ഈ ഭാഗത്താണ്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. ഈ നോർത്ത് ടവർ എന്നുള്ള ഈ ഭാഗത്താണ് ലിഫ്റ്റ് ഉള്ളത്. ഇവിടെ നമ്മുടെ 11ാമത്തെ നിലയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ റൂമിലെത്തി. അഖിലും ശരണ്യം തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. രാത്രി എങ്ങനെ ഉണ്ടാവും എന്നുള്ള വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. രാത്രികളിൽ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല ഒരു വ്യൂ ആയിരുന്നു.
ബാഗ് വണ്ടിയിൽ നിന്ന് എടുത്തിരുന്നില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇറങ്ങി ബാഗ് എടുക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ തിരിച്ച് റൂമിൽ കൊണ്ടുവച്ചു. ഇനി ഒന്ന് ഹോട്ടൽ മൊത്തം ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നതിലേക്ക് കയറാം. ഫസ്റ്റ് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാന്നുള്ള പരിപാടിയാണ്. അതാണല്ലോ ഏറ്റവും വലിയ വ്യൂ ഉള്ളത്. അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചത് അങ്ങോട്ട് നടക്കുകയാണ്. പല ഹോട്ടലുകളുടെയും പ്രൊമോഷനായിട്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് ആ പുതിയ ഹോട്ടലുകൾക്ക് ഉള്ള ഒരു ടൂറ് പോലെ പാക്കേജുകൾ നൽകാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഞങ്ങളൊരു പാക്കേജ് എടുത്തു, ഒരു ടൂർ പാക്കേജ്. അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇലുമിനേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും 4 പേർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ പാക്കേജ് എടുത്തത്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഇതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ അമേരിക്കയിലെ വലിയ കെട്ടിടങ്ങളുടെ എത്ര ഹൈറ്റ് ഇതൊക്കെ എഴുതിയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുമ്പ് പോയിട്ടുള്ള സ്പേസ് നീഡിലൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ പോയിട്ടുള്ള സിയാറ്റിലെ സ്പേസ് നീഡിലിൻ്റെ ഇരട്ടിയുണ്ട് ഈ സ്ട്രാറ്റ് ടവർ. അങ്ങനെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് ഞങ്ങൾ ലിഫ്റ്റ് കയറി മുകളിലെത്തി. ഇവിടെ എന്താ വെച്ചാൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഏരിയയാണ് അത്. അവിടുന്ന് സ്കൈ ജമ്പ് ഉണ്ട്, അതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞങ്ങളത് അവിടെ എത്തി. എപ്പോഴും ഉച്ച സമയത്തൊക്കെ ലാസ് വെഗാസ് ഇങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എന്ന് കിട്ടുന്ന വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഈ കാണുന്നത് സ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റൊരു അട്രാക്ഷൻ ഏരിയയാണ്. അത് ടിക്കറ്റ് എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട്. ഇതേ നമ്മളിത് മോൾ ഭാഗം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എല്ലാ ഭാഗത്തും വ്യൂ മാത്രമേ ഉള്ളൂ. നല്ല രസമായിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു അവിടെ എത്തിയപ്പോൾ. ഈ സ്ട്രാറ്റ് ഹോട്ടലിൻ്റെ ഹിസ്റ്ററി ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി ത്രിൽ റൈഡാണ് കേട്ടോ. ഇത് ശരിക്കും എഡ്ജിലാണ് വെച്ച് നടക്കണേ ടവറിൻ്റെ. ഏകദേശം 45 mph സ്പീഡിലാണ് കേട്ടോ ആ റൈഡ്. മുമ്പ് ചില്ലുകൂട്ടിലിരുന്നിട്ടില്ല നമ്മൾ വ്യൂ കണ്ടത്. ഇപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി നല്ല രസമായിരുന്നു കേട്ടോ വ്യൂ. ലൈറ്റുകൾ വെച്ചിട്ട് എന്താ അമ്മാതിരി വ്യൂ ആയിരുന്നത്. എന്താ വ്യൂ.
അങ്ങനെ 8 ടോപ്പിലേക്ക് പോയിട്ട് അവിടുന്ന് ഇറങ്ങി 8 താഴത്തേക്ക് വന്നേക്കാണ്. ഈ സ്ഥലം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ സിറ്റി ഓഫ് ലോസ് വേഗാസ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്തു. ഇന്ന് രാത്രി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം അത്ര നേരത്തെ ഒന്നും എണീറ്റില്ല, 8:30 ആകുമ്പോഴേക്കും എണീറ്റുള്ളൂ. നമുക്ക് ഇന്നാണ് ആമിക്കുട്ടിക്കൊരു ഡിസ്നി ഷോ ഉണ്ട്. അത് ഏകദേശം ഒരു 11 മണിക്കാണ്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. രാവിലെ നല്ല നല്ല തണുപ്പുള്ള പ്രഭാതം. അതെ, ആ ഡിസ്നി ഷോ ഏകദേശം ഇവിടുന്ന് ഒരു 4 മൈൽ നമുക്ക് പോകാണ്ട്. നമ്മൾ വണ്ടി എടുക്കണില്ല, ഇവിടെ ബസ് സർവീസ് കിട്ടും. അപ്പോൾ ബസ് സർവീസ് കുറേ നാളായി ബസ്സും കയറിയിട്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ ടൗണുകളിൽ വരുമ്പോഴാണ് നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. രാവിലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കളിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉള്ള ബസ് അവിടെ തന്നെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ബസ്സിൽ പോവുക. അധികം ദൂരമൊന്നുമില്ല, ഇവിടെ നിന്ന് ഒരു 4-5 മൈലേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഈ റോഡിലാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് വെഗാസിൻ്റെ മെയിൻ സ്ഥലം. അതായത് സ്ട്രിപ്പ് എന്ന് അറിയപ്പെടുന്ന ഏരിയയാണ് നമ്മൾ ഈ താമസിക്കുന്ന ഏരിയ. ഇവിടെയാണ് മെയിനായിട്ട് ഇവരുടെ എല്ലാ പരിപാടികളും. ലോസ് വേഗാസ് ശരിക്ക് മെയിൻ എക്സ്പ്ലോർ ചെയ്യണത് ഈ സ്ട്രിപ്പിലാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പിലൂടെ ഒരു സ്ഥലത്തു നിന്ന് വേറെ ഏരിയയിലേക്ക് പോകണു, അത്രേ ഉള്ളൂ. ഇത് പാരീസിലെ ഈഫിൽ ടവർ അവരിവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഇങ്ങനെ കുറേ ഹോട്ടലുകളുണ്ട് ഈ പല ഭാഗത്തായിട്ട്. വേറെ ഹോട്ടൽ ഇത് വെനീഷ്യൻ ഹോട്ടലുണ്ട്. വെനീസിനെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലേക്കൊക്കെ നമുക്ക് പോകണം, എല്ലാം ഒന്ന് കാണണം. ഈ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുക പറഞ്ഞാൽ തന്നെ നല്ല രസമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ആ വ്യൂ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. എല്ലായിടത്തും നല്ല ഇളം വെയിലും എല്ലാം കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. നമുക്കൊരു മാളുണ്ട്, ആ മാളിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമുക്ക് ഈ പരിപാടി കാണുന്നത്. അത് ഡിസ്നി അനിമേഷൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഇമേഴ്സീവ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്നി അനിമേഷൻ പ്രോഗ്രാമാണ്. പല ക്യാരക്ടർ വെച്ചിട്ടുള്ള ഡിസ്നി കഥാപാത്രങ്ങളെല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് പലവരും നായക്കളെയും കൊണ്ടിട്ടൊക്കെയാണ് വന്നേക്കണേ. ഇവിടെ കാണാനുള്ളത് ചുറ്റും പലതരത്തിലുള്ള പല വലിയ വലിയ ഹോട്ടലുകൾ മാത്രമാണ്. ധാരാളം ഹോട്ടലുകളാണുള്ളത്. അപ്പോൾ ചുറ്റും കാണുന്നതൊക്കെ ഹോട്ടലുകളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കാഴ്ചകൾ കണ്ട് നഗരത്തിൽ കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമായിരുന്നു. നമ്മളെത്താറായി ഏകദേശം ആ മാളിൻ്റെ അടുത്ത്. ഡിസ്നി വേൾഡിൽ എത്താറായി. ഞാനുണ്ടല്ലോടാ എത്ര ഇങ്ങനെ ഞങ്ങൾ ക്യൂവിലാണ്. ആമിക്കുട്ടി വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉള്ളിൽ കയറാറായി. ചുറ്റും കുറേ ഡിസ്നി കഥാപാത്രങ്ങളുടെ കുറേ അനിമേറ്റഡ് പോസ്റ്ററുകളും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആമിയുടെ ഫേവറേറ്റ് കഥാപാത്രങ്ങൾ പലതും സൈഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അവള് അതിങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ആമി ആമിയെ പോലെ ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഷോയ്ക്കൊക്കെ കയറണേ, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതേ ഞങ്ങൾ വളരെ എക്സൈറ്റഡ്. ആമിയുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതെന്തിനാ ശരിക്കും? ഓ നമ്മൾ മൂവ് ചെയ്യണനുസരിച്ചിട്ട് ആ ലൈറ്റുകൾ ഇങ്ങനെ നീങ്ങുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടത്. ആ ഇരുട്ടത്ത് കാണാനേ അടിപൊളിയായിരുന്നു. ഈ സൈഡിൽ ചുമരുകളിൽ കാണുന്നതാണ് ഓരോ കഥകൾ അവരിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. അവർ ഈ തിയേറ്റർ ഉണ്ടാക്കിയത് ഒരു വലിയ റെക്ടാങ്കുലർ ടൈപ്പുള്ള ഒരു ഹോളിൽ ചുമരിലൊക്കെ ഇങ്ങനെ ഇതേപോലെ അനിമേഷൻ വെച്ചേക്കാണ്. 3D അനിമേഷൻസ്. ഓ ഈ വാച്ചല്ലേ? ആമിയുടെ വാച്ച് എവിടെ? അപ്പോൾ ഈ ചുമരിൻ്റെ ഏത് സൈഡിലേക്ക് നോക്കിയാലും അവർ പ്രദർശിപ്പിക്കുന്ന കഥ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ സ്റ്റോറി ഇങ്ങനെ എല്ലാ ഈ വാളും കൂടെയും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എവിടേക്ക് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. അതിന് ഇരിക്കാൻ പ്രത്യേകം വലിയ സെറ്റപ്പില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാം. നമ്മളിത് എവിടെയെങ്കിലും ഇരിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതേ ഷോ തുടങ്ങാറായി. നമ്മളിങ്ങനെ നടക്കുന്തോറും ആ ഒപ്പം ആ ഇത് നടക്കണ കാണാൻ നല്ല, ആ ലൈറ്റുകൾ മൂവ് ചെയ്യണ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഡിസ്നി അനിമേഷൻ്റെ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.